അടിയന്തരാവസ്ഥ കാലത്ത് ഏകദേശം ഒരു 1975 അല്ലെങ്കിൽ ഒരു 50 വർഷം പുറകിലേക്കുള്ള ഒരു ചിത്രമായിട്ട് നമുക്കിങ്ങനെ കാണുന്നത്. അപ്പോൾ ആ 50 വർഷക്കാലത്തിന് പഴക്കം അതിന് മുമ്പുള്ള ഇത് നമുക്കിനി കാണാൻ സാധിക്കില്ല. അത് മാത്രമല്ല ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു കഥയാണ്. ആ വിശ്വാസത്തിൽ വളർന്നു വരുന്നതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ ചിത്രം കൊടുക്കുന്നത്. ഈ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടുകാരില്ലേ ഇതിപ്പം ഈ സിനിമയിലൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൊക്കേഷനിൽ കണ്ട പോലെ അല്ല ഇപ്പം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാലഘട്ടം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓർമ്മയില്ലാത്തൊരു കാലഘട്ടത്തെ ഇതിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ക്രാഫ്റ്റ് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളൊക്കെ നോക്കിയാൽ നമുക്ക് ഇന്നും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളുണ്ട്. ഇതിൽ മനോഹരമായ പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ പുതുമുഖങ്ങളാണെന്ന് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇതിലെ നായകനായിട്ട് നിഹാലും നായിക ഗോപികയുമാണ്. പക്ഷേ അവരുടെ ആ പെർഫോമൻസും അതിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ ആ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം ആപ്റ്റാണോ അതുപോലെ ഇഴുകിയാണ് അഭിനയിച്ചിരിക്കുന്നത്. കുടുംബങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ. ഒന്നുകൊണ്ടും നമുക്ക് ബോറടിക്കാത്ത മനോഹരമായ ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റാണ് ഈ സിനിമ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും താങ്ക് യു. റീക്രിയേറ്റ് ചെയ്യുന്ന വലിയ ഒരു കടമ്പ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അന്ന് മൊബൈൽ ഫോൺ നെറ്റ് ഒന്നും ഇല്ലാത്തൊരു അന്നത്തെ പ്രേമം, അന്നത്തെ പാട്ടുകൾ, ദാസേട്ടൻ്റെ പാട്ടുകൾ, ശ്രേയ ഘോഷാൽ, അപ്പം അവരുടെയൊക്കെ പാട്ടുകൾ തന്നെ, ജിമർഷാദ് പാട്ടുകൾ തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ആ ഒരു കാലഘട്ടത്തെ പ്രണയം, ആ ഒരു 75 കാലഘട്ടത്തിൽ വളരെ ഒരു കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത ടൈപ്പ് റൈറ്റിംഗ് പ്രണയം, അതൊക്കെ നമുക്കൊരു ശരിക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും കണ്ടിരിക്കാൻ പറ്റും. നല്ല രീതിയിലൊരു കുടുംബ പശ്ചാത്തലത്തിൽ, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പടം. പിന്നെ ആലപ്പി അഷ്റഫ് എന്ന സംവിധായകൻ നടൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിമിഷത്തിലെ പാട്ടുകൾ യുവതലമുറയായ നിങ്ങളും എല്ലാവരും എപ്പോഴും കേൾക്കാറുള്ള പാട്ടുകളായിരിക്കും മഞ്ഞക്കുളിയുമായി. അതുപോലെ തന്നെ അദ്ദേഹം ഡെവലക്കേഷൻ സംവിധാനം ചെയ്ത് ഈ പടത്തിലും ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമ്മളെ പഴയ കാലത്തേക്ക് നമ്മൾ കൊണ്ടുപോയതിന് വളരെയധികം നന്ദിയുണ്ട്. എന്നുവെച്ചാൽ ഈ പടം കണ്ടിരിക്കുമ്പോൾ പല രംഗങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ആ പ്രണയം തന്നെ എടുത്ത് പറയത്തക്കയാണ്. പിന്നെ നായകൻ്റെ ആക്ഷൻ രംഗങ്ങൾ, നായികയുടെ ആ ഒരു ശാരീരികതയുള്ള മുഖം, എല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ചിത്രം, ആരും കണ്ട മോശം പറയത്തില്ല. അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം, ഈ അനുരാഗം തന്നെയാണ് ഒരു രാഷ്ട്രീയ ചിത്രമല്ലത്. ശരിക്കും പടം കണ്ടിറങ്ങും ആ പേരിൽ ചിലപ്പം ഒരു പൊളിറ്റിക്സ് ആണോ എന്നൊരു തോന്നും. പക്ഷല്ല, ഒരു പ്രണയ ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു ന്യൂ ഇയർ, ഒരു പുതുവത്സര വിരുന്നാണ് ഈ ചിത്രം. എല്ലാ പ്രേക്ഷകരും വന്ന് തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം. ഓക്കെ, ഇതിൽ അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗത്തിൽ അഭിനയിക്കുകയാണ്. എന്തോ തോന്നുന്നു പടം കണ്ടിറങ്ങിയപ്പോൾ? അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, പണ്ടത്തെ ഒരു പടമാണ്. 1975 സ്റ്റോറിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കാത്തതിനെക്കാട്ടി നല്ലൊരു അടിപൊളി കുട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ വരുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഫാമിലി മൂവിയാണ്, ഫസ്റ്റ് മൂവിയാണ്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വന്ന് കണ്ടിട്ട്. പിന്നെ അതിന് മെയിൻ ഹൈലൈറ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതെന്തായാലും തിയേറ്റർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പുതുമുഖം എന്നുള്ള രീതിയിൽ പേടിയുണ്ടായിരുന്നോ ആദ്യമായിട്ട് സ്ക്രീനിൽ നമ്മളെ ആ ഒരു പെർഫോമൻസ് കാണുകയാണ്? അപ്പോൾ എന്തായിരുന്നു ഫീലിങ്? വരുന്നൊരു പേടിയില്ലേ? വരുന്നൊരു പേടിയില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ആൾക്കാരെ പെട്ടെന്ന് എന്തൊക്കെയോ ലൈക്ക് പേടിയും പ്ലസ് എക്സൈറ്റ്മെന്റും മിക്സ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ല അഭിപ്രായം. പണ്ടത്തെ ആ ഒരു ഫീല് കിട്ടുന്നത്, ആ ഒരു ലൈക്ക് വിന്റേജ് എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പോൾ രണ്ടുപേർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.